ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹ്യൂമൻ ബോഡി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ വട്ടം നമ്മൾ ഇത് ക്ലാസ് 5-ൻ്റെ ആണ്. ഹ്യൂമൻ ബോഡി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലാസ് 5-ൻ്റെ സയൻസ് ഒളിമ്പ്യാഡിലും സ്കൂളിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കണ്ടിട്ട് വരിക. കഴിഞ്ഞ വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിസീസസിനെ കുറിച്ചായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഡിസീസസ് കുറച്ച് തരം ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ വിറ്റാമിൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്കിനി എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഹ്യൂമൻ ബോഡിയിൽ വിറ്റാമിൻസ് ഉണ്ടെങ്കിൽ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിറ്റാമിൻസും അതിൻ്റെ സോഴ്സസും പിന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് വിറ്റാമിൻ ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും എന്നുള്ളതും നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈറ്റമിൻ എ. വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ എക്സാമ്പിളാണ് ചീര. ചീരയൊക്കെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ എക്സാമ്പിളാണ്. വൈറ്റമിൻ എ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും, ക്യാരറ്റിൽ നിന്ന് കിട്ടും, മാംഗോന്ന് കിട്ടും, പപ്പായന്ന് കിട്ടും, ടൊമാറ്റോന്ന് കിട്ടും, മിൽക്കിന്ന് കിട്ടും, ഫിഷിന്ന് കിട്ടും, എഗ് യോക്ക്, അതായത് മറ്റേ മുട്ടയിൽ മഞ്ഞ കളർ ഒരു സാധനം കാണും, അതിൽ നിന്നും കിട്ടും എഗ് യോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഈ കാര്യങ്ങളൊന്നും കഴിക്കാതെ ഇപ്പം നമുക്ക് വൈറ്റമിൻ എക്ക് നമ്മുടെ ബോഡിയിൽ വേണ്ടത്ര ഇല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരു അസുഖം വരും. അപ്പോൾ വൈറ്റമിൻ എന്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്, മാംഗോ, പപ്പായ, ടൊമാറ്റോ, മിൽക്ക്, ഫിഷ് ആൻഡ് എഗ് യോക്ക്. പിന്നെ വൈറ്റമിൻ എ കഴിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം വൈറ്റമിൻ എ ഇല്ലെങ്കിലുള്ള അസുഖം നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഈ നിങ്ങൾ കേട്ടിട്ടില്ലേ ക്യാരറ്റ് ഒക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ കണ്ണിന് നല്ലതാണെന്ന് പറയുന്നത്? അപ്പം വൈറ്റമിൻ എ കണ്ണിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോവാം. വിറ്റാമിൻ B1 അത് നമുക്ക് കിട്ടുന്നത് സീരിയൽസ്, മിൽക്ക്, മീറ്റ്, പീസ് അതായത് പയറ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ബെറി എന്ന് പറഞ്ഞൊരു അസുഖം വരും. ബെറി എന്ന് പറഞ്ഞ അസുഖം അത് വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസിയാണ് ബെറി. വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ്സും കോസ് ചെയ്യും. പിന്നെ ഇതേ ചോദ്യം മറ്റേ 4ാം ക്ലാസ്സിൽ ഒളിമ്പ്യാഡിലും വന്നിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും പഠിക്കാനില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസും പഠിക്കാനുണ്ട്, പിന്നെ സോഴ്സസും പഠിക്കാനുണ്ട്. ഇനി നമുക്ക് വിറ്റാമിൻ സിയിലോട്ട് പോവാം. വിറ്റാമിൻ സി എന്ന് പറയുമ്പം വിറ്റാമിൻ സിയിൽ നമുക്ക് സോഴ്സസ് എന്ന് പറയുന്നത് ടൊമാറ്റോ, ഗൂസ്ബെറീസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് വിറ്റാമിൻ സിയുടെ സോഴ്സസ്. ഇനി വിറ്റാമിൻ സി ഇല്ലെങ്കിലുള്ള ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വിറ്റാമിൻ സി ഡെഫിഷ്യൻസി സ്കർവിയാണ്. പിന്നെ വൈറ്റമിൻ ഡി കിട്ടുന്നത് ഫിഷിന്ന് കിട്ടും, എഗ്ഗിന്ന് കിട്ടും, മഷ്റൂംസിന്ന് കിട്ടും. പിന്നെ സൺലൈറ്റ് ആണ് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത്. സൺലൈറ്റ് ആണ്. സണ്ണിന്ന് നമുക്ക് സൺലൈറ്റിൽ നിന്ന് കുറേ വൈറ്റമിൻ ഡി കിട്ടും. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാരാണെങ്കിൽ സൺലൈറ്റിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ, ഞാൻ ഉച്ചയ്ക്ക് പോയി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്, സൺലൈറ്റ് തട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻ ഡിയും കിട്ടും. വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ റിക്കറ്റ്സി എന്ന് പറഞ്ഞൊരു അസുഖം വരും. ആ അസുഖം വന്നു കഴിഞ്ഞാൽ ബോൺസ്
കുട്ടികൾക്ക് ബോൺസ് സോഫ്റ്റ് ആയിരിക്കും, പിന്നെ ഭയങ്കര വീക്കും ആയിരിക്കും റിക്കറ്റ്സ് വന്നു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമുക്ക് Q&Aയിലോട്ട് പോവാം. അപ്പം Q&Aയിലോട്ട് പോകുമ്പം നമുക്ക് ഇവിടെ കോളം 1ഉം 2ഉം തന്നിട്ടുണ്ട്. കോളം 1ൽ വൈറ്റമിൻസും കോളം 2ൽ അത് എന്താണ് അതിൻ്റെ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വൈറ്റമിൻ എ ഏത് ഡെഫിഷ്യൻസിയാണ് കോസ് ചെയ്യുന്നത്? വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം ഓർക്കാൻ. വൈറ്റമിൻ എ ക്യാരറ്റ്, അതിൻ്റെ ഒരു എന്താണ് സോഴ്സ് ക്യാരറ്റ് ആണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ കണ്ണിന് ക്യാരറ്റ് നല്ലതാണെന്ന്. അപ്പൊ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എ ഇല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് ഡിം ലൈറ്റ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റൂല, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ഓർക്കുക. പിന്നെ വൈറ്റമിൻ ബി സിമ്പിളാണ്. വൈറ്റമിൻ ബി ബെറിബറിയാണ്, അതിൽ 2 ബി ഉള്ളതുകൊണ്ട് നല്ലപോലെ ഓർക്കാൻ പറ്റും. അപ്പോൾ 1 എന്ന് പറയുന്നത് സി, 2 എന്ന് പറയുന്നത് ഡി, 1 പിന്നെ 2D, പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? സി, സ്കർവിക്ക് രണ്ടാമത് ഒരു സി ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ മറ്റേ തേർഡ് വൺ ബി ആണ് ആൻസർ, ബി ആണ്. പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഞാൻ അതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത്രയും നമുക്ക് ട്രിക്ക് വെച്ചറിയുമ്പോൾ പിന്നെ ലാസ്റ്റ് ഉള്ളത് വൈറ്റമിൻ ഡി, റിക്കറ്റ്സ്. അപ്പം അത് എ. അപ്പൊ ഇതാണ്. ഇനി നമുക്ക് ഇതിലുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എയും ബിയും സിയും ഡിയും ഓപ്ഷൻ ഉണ്ട്. എ ഓപ്ഷനിൽ 1 സി ആണ്, പിന്നെ സെക്കൻഡ് ഓപ്ഷനിലും 1 സി ആണ്, പക്ഷെ ബാക്കി രണ്ടിലും അല്ല. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യന് 2 എണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. അപ്പം ഫസ്റ്റ് വണ്ണ് ഡി അല്ല വന്നിരിക്കുന്നത്, സെക്കൻഡ് വണ്ണ് ആദ്യം കറക്റ്റ് ആയ സെക്കൻഡ് വൺ ബിക്ക് ഡി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ ഈ ക്വിസ് ഒക്കെ ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനത്തെ അടുത്ത വീഡിയോയും കൂടെ വരാനായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. പക്ഷെ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും നല്ല വ്യൂസ് ഒക്കെ കിട്ടിയാലേ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.